ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും ആ സാധനം മാറ്റിയിട്ടുണ്ട്. നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് എവിടെയെങ്കിലും. പക്ഷേ എനിക്കത് അത്ര കംഫർട്ടായി തോന്നിയില്ല. പ്രിയമുള്ളവരെ, നമ്മളൊരു യാത്രാ പ്ലാനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ 2016 മുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബൈക്കാണിത്, റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350. അപ്പോൾ ഞാൻ ഈ ബൈക്ക് ഉപയോഗിച്ച് ഒരു ആൾ ഇന്ത്യ ട്രിപ്പ് പോയാലോ എന്നൊരു പ്ലാനിലാണ്. അതായത് അടുത്ത ജൂലൈ മാസങ്ങളിൽ, ജൂലൈയിലായിരിക്കും മാക്സിമം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോയാലോ എന്നുള്ളതിൻ്റെ പ്ലാനിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബൈക്കിൽ ഒരുപാട് ആൾട്രേഷൻ നമുക്ക് വരുത്തേണ്ടതുണ്ട്. അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ ബൈക്കിൽ തന്നെ ആയിരിക്കും യാത്ര. അതും ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയായിരിക്കും. നമ്മൾ ഹൈവേ പിടിച്ച് പോവുകയല്ല, പക്ക ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണോ എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷേ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പരമാവധി ഇതിൽ കമൻറ്റ് ചെയ്യണം, എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ. ഞാൻ അത്ര നീറ്റായിട്ട് ബൈക്ക് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണ്. 2016 മുതൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇതുവരെ വലിയ മേജർ ആക്സിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ തട്ടുമുട്ടിലൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇല്ല പറയുന്നില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിൻ ഓയിൽ ഏതാണ് ബെറ്റർ, പ്രത്യേകിച്ച് ലോങ് ഡ്രൈവിനും ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം ചിലപ്പോൾ കൂടുതൽ ദൂരം ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എഞ്ചിൻ ഓയിൽ ഏതാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡിന് തന്നെ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് അത്ര കംഫർട്ടായി തോന്നിയില്ല. പിന്നെ മോട്ടോറിൻ്റെ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു സംഭവമാണ് വോൾവോലിനാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്ര നാളായിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ആൾട്രേഷൻസ് ഒന്നും ഈ വാഹനത്തിൽ വരുത്തിയിട്ടില്ല. നമ്മളിതുവരെയും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല. അതായത് അഡീഷണലായിട്ട് ആൾട്രേഷൻ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ്, വേറൊന്നും നമ്മൾ വെച്ചിട്ടില്ല. സാധാരണ ചിലരൊക്കെ അഡീഷണൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളും യെല്ലോ ലൈറ്റും ഒക്കെ വെക്കുന്നതാണ്. നമ്മളിതുവരെ അങ്ങനെ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ആവശ്യം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഹോണൊക്കെ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോഴുള്ള അതേ ഹോൺ തന്നെയാണ് ഇതിൽ ഉള്ളത്. അതിപ്പോൾ ഏകദേശം ഒന്നേ വർക്ക് ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ പെയിൻറ്റിങ് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ഒരു മേജറായിട്ടുള്ളൊരു ആൾട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് സീറ്റ് നമ്മൾ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, സാധാ ക്ലാസിക്കിൻ്റെ ബാക്ക് സീറ്റ് അല്ല ഇത്. അതേ സീറ്റിൽ തന്നെ ചെറുതായിട്ട് വീതി കൂട്ടിയിരുന്നു. കാരണം നമുക്ക് ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ബാക്കിലിരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ രണ്ടാളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴൊരു പ്രശ്നം. അപ്പോൾ നമ്മളിത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ നാട്ടുമ്പുറത്ത് ഒരു അപ്പോൾസറി ഷോപ്പിൽ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ പീസ് 2 സൈഡായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 2 ഇഞ്ചിനോളം വീതി വീണ്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് സെൻറ്റർ പോർഷൻ വേറെ ഫോമിട്ട് ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് അഡീഷണൽ ഒരു 1-2 ഇഞ്ചിനടുത്ത് നമുക്ക് വീതി കൂടുതൽ കിട്ടും. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഈ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ബാക്കിലിരുന്ന് യാത്ര ചെയ്യാം. പിന്നെ ഒരു ആൾട്രേഷൻ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു മെറ്റൽ പോട്ടാണ്. ഇതൊരു നമ്മൾ ഒരു ഫോം നമ്മൾ അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബാക്കിൽ ഇങ്ങനെ മുതുകത്തേക്ക് ഇങ്ങനെ അടിക്കുന്ന ഒരു പ്രശ്നമൊന്നും നമുക്കിപ്പോൾ അത്യാവശ്യം ഇല്ല, അത് പൂർണ്ണമായിട്ട് ഒഴിവായിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ്, അതിൽ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടയർ നമ്മൾ ഇപ്പോൾ ഒരു 90% അടുത്ത് തേഞ്ഞിട്ടുണ്ട്, അത് ഉടനെ മാറ്റണം. അപ്പോൾ അതിൽ ഏത് ടയറാണ് ഏറ്റവും ബെറ്റർ, പ്രത്യേകിച്ച് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഇപ്പോൾ സിയറ്റിൻ്റെ ടയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് മിച്ചലിനോ അങ്ങനെ എന്തെങ്കിലും ആക്കണമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയിൻ്റെ പാട്ടിലാണ് എപ്പോഴും റോയൽ എൻഫീൽഡ് ക്ലാസിക്കിലൊരു പ്രശ്നം വരിക. കാരണം മിക്കവാറും ഈ ചെയിൻ സ്പോക്കറ്റ് മിക്കവാറും പോയിക്കൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൂബ് അടിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഗിയർ ഓയിൽ, നമ്മൾ ഈ മിഷനറീസിലൊക്കെ അടിക്കുന്ന ഗിയർ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഡെയിലി അല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് ലൂബ് ചെയ്യുക. ലൂബ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 പാർട്ടിലും കൂടി ഒരുമിച്ച് ലൂബ് ചെയ്യണം. അതായത് ചെയിനിൻ്റെ സെൻറ്ററിലാണ് പലരും ലൂബ് ചെയ്യുക. നമ്മളെങ്ങനെ ചെയ്യുക വെച്ചാൽ ഈ സൈഡിലും ആ സൈഡിലും 2 സൈഡിലും ലൂബ് ചെയ്യും. അതായത് ഈ ചെയിനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ലൂബ് ചെയ്യും, സെൻറ്ററിലും 2 സൈഡുകളും. അപ്പോൾ മാക്സിമം നമുക്ക് ചെയിൻ സ്പോക്കറ്റിന് ലൈഫ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീലിലും മറ്റുമൊക്കെ ഇതിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവാറുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കണം, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിലവിലിപ്പോൾ മുൻവശത്ത് ചെറിയൊരു ആൾട്രേഷൻ എന്ന് പറയാനുള്ളത് ഈ മൊബൈലിൻ്റെ ഒരു ഹോൾഡറാണ്. ഇതിപ്പോൾ മിക്ക വണ്ടികളിലും ഉണ്ടാകും. ഇത് നമ്മളൊരു ആൾട്രേഷനായി കണക്കാക്കേണ്ട കാര്യമില്ല, എങ്കിലും
നമ്മൾ ഒരു ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. മുൻപ് ഞാൻ ഇവിടെ വെച്ചിരുന്നത് ഒരു മൊബൈൽ ഫോൺ കൂടി ചാർജ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. പക്ഷേ അതിലെന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വയറിന്ന് ടാപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ് വയറിങ്ങിന്. അപ്പോൾ അത് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ ഫ്യൂസ് പോകാനൊക്കെ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ കണക്ഷൻ കളഞ്ഞിട്ട് സാധാരണ ഒരു സാധനം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതൊന്ന് ശരിയാക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ISI മാർക്കൊക്കെ ഉള്ളൊരു ഹെൽമെറ്റാണ്. പക്ഷെ അത് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റോ മറ്റൊന്നും അല്ല, ബ്ലൂടൂത്ത് കാര്യങ്ങളുള്ള ഒരു പ്രീമിയം ഹെൽമെറ്റൊന്നും അല്ല. എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. നമ്മൾ ലോക്കൽ യാത്രകൾക്കും മറ്റുമൊക്കെ അത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് മാറ്റേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ 100,000 കമ്പനികളാണ്. അപ്പോൾ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതിന് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ സജഷൻസാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള സജഷൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഇത്തരം കുറച്ച് ചെറിയ സാധാരണയായിട്ട് നടത്തുന്ന ചില ആൾട്രേഷൻ വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് മൊബൈൽ ഹോൾഡർ, പിന്നെന്താണ് സീറ്റിന് കുറച്ച് വലിപ്പം കൂട്ടി. അത് സാധാരണയായിട്ട് ആരും ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ഗുണമുണ്ട്. നമുക്കത് യാത്ര ചെയ്യുമ്പോഴൊക്കെ അറിയാം. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ബാക്കിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ലോങ് ട്രിപ്പിലൊക്കെ ബാക്കിലിരുന്ന് റൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഒറ്റയ്ക്കല്ല ബാക്കിൽ നിന്ന് ബാക്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് മാറി വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്കൊരു മടുപ്പൊന്നും തോന്നില്ല. അപ്പോൾ അങ്ങനെ 2 ആൾട്രേഷനാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർട്ടറാണ്. നമ്മൾ പവർ സ്റ്റാർട്ടർ ചെയ്യുമ്പോൾ മിക്കവാറും സമയത്ത് ഇത് വർക്കാവില്ല, ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ക്ലച്ച് എന്തോ പോയി എന്നാണ് പറയുന്നത്. ഞാൻ ഒരു 3 പ്രാവശ്യമെങ്കിലും ആ സാധനം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റണോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ഇല്ലാതെ തന്നെ ഉപയോഗിക്കണോ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊന്ന് ഇതിൻ്റെ എൻജിൻ്റെ കണ്ടീഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് പലപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യണമെങ്കിൽ അതൊന്ന് അറിയിക്കണം. ജസ്റ്റ് എ മിനിറ്റ്. അപ്പോൾ ഇതാണ് എൻജിൻ്റെ ഒരു നോയ്സ്. അപ്പോൾ നോയ്സോ വല്ലതും പ്രശ്നമുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ മെക്കാനിക്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പലരുടെയും കൊടുത്തു, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം. ആക്സിലേറ്റർ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിൻ ഓയിൽ ഏതാണ് ബെറ്റർ? പ്രത്യേകിച്ച് ലോങ് ഡ്രൈവിനും ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം ചിലപ്പോൾ കൂടുതൽ ദൂരം ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എഞ്ചിൻ ഓയിൽ ഏതാണ്? ഇപ്പോൾ റോയൽ എൻഫീൽഡിന് തന്നെ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് അത്ര കംഫർട്ടായി തോന്നിയില്ല. പിന്നെ മോട്ടോറിൻ്റെ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു സംഭവമാണ് വോൾവോലിനാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൽ ചില ആൾട്രേഷൻസ് ഒക്കെ ആവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, പ്രത്യേകിച്ച് ലോങ് ഡ്രൈവിൽ. അതായത് യെല്ലോ കളർ ഹെഡ്ലൈറ്റൊക്കെ പലരും യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത്. ഹെഡ്ലൈറ്റ് അല്ല, അഡീഷണൽ ലൈറ്റുകൾ. അത് അത്യാവശ്യമാണോ എന്നെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ജാടയ്ക്ക് വേണ്ടിയിട്ടോ ചന്തത്തിന് വേണ്ടിയിട്ടോ ഒരു ആൾട്രേഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ സജഷൻസാണ് എനിക്ക് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും പലവിടെയും ക്യാമ്പിംഗ് ചെയ്യേണ്ടി വരും. ദീർഘദൂര യാത്രയാണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള റൂം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ലോഡ്ജ് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ കൂടുതൽ സമയം നമ്മൾ ലോഡ്ജ് തേടി ഇങ്ങനെ പോകേണ്ടി വരും. അതുപോലെ തന്നെ കൂടുതൽ പൈസ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് അവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ, സേഫായ സ്ഥലങ്ങളിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മികച്ച ടെൻ്റ് അതാണ്. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. വലിയ ഓവർ കോസ്റ്റ് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വേണം. അതുപോലെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ചെറിയൊരു സിലിണ്ടർ ആയിട്ടുള്ള സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റിൽ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് വാഹനത്തിൻ്റെ ഫുൾ പണിയെടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ഓരോ സജഷൻസും നമുക്ക് ആവശ്യമാണ്. അതുകൂടി ഞാൻ മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളൊപ്പം ഉണ്ടാവണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ വാഹനത്തിൽ ഞാനൊരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ, പ്രത്യേകിച്ച് ആൾ ഇന്ത്യ ട്രിപ്പ് പോകുമ്പോൾ
മെയിനായിട്ട് നമ്മൾ ഹൈവേ അല്ല ഉദ്ദേശിക്കുന്നത്, ഗ്രാമങ്ങളിലൂടെയുള്ള പക്ക ഗ്രാമങ്ങളിലൂടെയുള്ള ആ ഒരു ആൾ ഇന്ത്യ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്ര ദിവസമൊന്നുമില്ല, നമ്മൾ യാത്ര നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പോകുന്നത്. കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഗ്രാമങ്ങളും ഇന്ത്യയുടെ ഭംഗിയും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള യാത്രയായിരിക്കും. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണ് നമ്മൾ ആൾട്ടറേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും, പലരും പോയിട്ടുണ്ടാവും, പലരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ പോകുമ്പോഴുള്ള യാത്രയ്ക്കുള്ള മറ്റു സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾക്ക് ടെൻ്റ് ആവശ്യമാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ദൂരേക്ക് നമ്മൾ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ലോഡ്ജോ കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരം വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും രാത്രിയൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ടെൻ്റ് എടുത്ത് ഇരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിന് ലോ കോസ്റ്റാണ്. നമുക്ക് വാടകയ്ക്ക് വലിയൊരു തുക ചിലവാക്കേണ്ട കാര്യമില്ല. ആ തുകയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് വേണം. അപ്പോൾ ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടെൻറ്റ് വേണം, റൈഡിങ് ഗിയേഴ്സ് എന്തൊക്കെ വേണം എന്നുള്ളത് വേണം. അതിൻ്റെ ബ്രാൻഡുകൾ പ്രധാനമായിട്ടും പലപ്പോഴും നെറ്റിലൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളാണ്. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ പരസ്യം ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ അതുപോലെ പല ഇൻഫ്ലുവൻസേഴ്സും നമ്മളെ മിസ്ലീഡ് ചെയ്യും. അതാണ് നല്ലത്, ഇതാണ് നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ആകെ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്ത് സഹായിക്കുക. നമുക്ക് ഏത് ടയർ യൂസ് ചെയ്യണം, ടയറിൻ്റെ ബ്രാൻഡ് ഉൾപ്പെടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് സഹായിക്കുക. അല്ലെങ്കിൽ ഈ വാഹനത്തിൽ എന്തൊക്കെ ആൾട്ടറേഷനാണ് നമ്മൾ വരുത്തേണ്ടത്, അത്യാവശ്യമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ കൺഫ്യൂസ്ഡാണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് നിങ്ങളുടെ കമൻറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ കൂടുക. നമ്മൾ അടുത്തുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ ഉടനെ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ബൈക്ക് ഉപയോഗിച്ച്, അതായത് 2016 ഞാൻ വാങ്ങിച്ച BS4 എഞ്ചിനുള്ള ബൈക്ക് ഉപയോഗിച്ച് ഇന്ത്യ മുഴുവൻ നമ്മൾ ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാകണം. നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ സജഷൻസും, അതായത് ഈ ബൈക്ക് നമ്മൾ എങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള രീതിയിൽ യാത്രയ്ക്ക് ഏറ്റവും സുഖകരമാക്കുക എന്നുള്ള എല്ലാ വിധത്തിലുള്ള ആൾട്ടറേഷനും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അതുപോലെ തന്നെ ടെൻറ്റ്, ഫുഡ് വെക്കാനുള്ള കാര്യങ്ങൾ, ഈ വണ്ടിയിൽ വരുത്തേണ്ട മറ്റ് ഇലക്ട്രിക്കലായിട്ടോ അല്ലെങ്കിൽ പാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് ഫിറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം പലപ്പോഴും നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നോക്കുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളാണ്. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ് എടുത്താലും ഒരിക്കലും അവരൊരു പ്രൊഡക്റ്റ് മികച്ചാണ് പറയും, പിന്നെ പറയും മറ്റേതാണ് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല നോക്കുന്നത്. നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളിൽ നിന്നുള്ള അഭിപ്രായമാണ് ഞാൻ ഇപ്പോൾ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ഉടനെ തന്നെ. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ, ജൂലൈ അവസാനത്തോടുകൂടി നമുക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാകുമെന്നുള്ള തികച്ച പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റായി പോരട്ടെ.